നമ്മളങ്ങനെ ഹിറായിലേക്ക് എത്താൻ പോവുകയാണ്. ഏകദേശം 1047 സ്റ്റെപ്പുകൾ ചവിട്ടിയാണ് ഹിറാ മലയുടെ മുകളിൽ നമ്മൾ എത്തുന്നത്. നമ്മളങ്ങനെ വാഹനത്തിൽ നിന്നും നമ്മുടെ റൂമിൽ നിന്നും വാഹനത്തിൽ ഹിറാ ഗുഹ ലക്ഷ്യമാക്കി പോവുകയാണ്, അഥവാ ജബൽ നൂർ. നമ്മൾ അങ്ങനെ പോകുമ്പോൾ ക്ലോക്ക് ടവർ കാണാം. അതുപോലെ തന്നെ ഹിറാ മലയുടെ ടോപ്പിൽ കയറിയാലും നമുക്ക് നമ്മുടെ ക്ലോക്ക് ടവർ കാണാം. അതും ഞാൻ യാത്രയിൽ കാണിച്ചു തരാം. അല്ലേ, ധാരാളം പർവ്വതവും ബിൽഡിങ്ങുകളും മരങ്ങളും ഇടയിലൂടെ നമ്മൾ ഹിറ ഗുഹ ലക്ഷ്യമാക്കി പോവുകയാണ്. ധാരാളം ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഒരു ഗുഹയും ആണ് ഹിറ ഗുഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ആ വചനം ഓതി കേട്ടതും ഈ ഹിറായിലാണ്. നമ്മളങ്ങനെ ഹിറ ഗുഹയുടെ തൊട്ടടുത്ത ഒരു കവാടവും എല്ലാം കയറി നമ്മളിതാ ഹിറ ഗുഹ ലക്ഷ്യമാക്കി വരികയാണ്. ധാരാളം ഈത്തപ്പന തോട്ടമുണ്ട്. ഏകദേശം ഈത്തപ്പന തോട്ട കായ്ക്കാറായിട്ടില്ല, അതിന്റെ സീസൺ ഉണ്ട്. അതിന്റെ നെയിം ബോർഡാണ് കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ. നമ്മളങ്ങനെ ഹിറാ ഗുഹ കാണാൻ വേണ്ടി എത്തുകയാണ്. അങ്ങോട്ട് വയ്ക്കാം. മലയുടെ ഹൈറ്റ് അറിയണമെങ്കിൽ ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതിൻ്റെ താഴത്തൂടെ അങ്ങനെ ഞാനും സലീം മൂലയും കൂടെ ഹിറാ ഗുഹ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഫാമിലി പറയുന്നുണ്ട് ചരിത്രപ്രസിദ്ധമായ ഒരുപാട് സംഭവങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഹിറാ ഗുഹയിൽ ഇരുന്നതും, ഇന്ന് സൗദി പരിസരത്ത് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാദസ്പർശമേറ്റ ഏക സ്ഥലം ഹിറ എന്ന് പറയാം. കാരണം ബാക്കിയെല്ലാം മാറ്റത്തിരുത്തൽ സംഭവിച്ച് പലതും മാറി മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നുള്ളത് ആ കാണുന്ന കണ്ടില്ലേ, ഹിറായുടെ ടോപ്പ്. ഇപ്പം നല്ല നാഷണൽ ഹൈവേ പോലെ റോഡായിരിക്കുകയാണ്. പക്ഷെ ആ പഴയ ഉണ്ടെങ്കിൽ ഈ ഇന്നത്തെ കാലത്ത് ഇതുപോലെ പറയെ കയറിയായിരിക്കും. ഇത് കണ്ടില്ലേ, 847 പോലെ ആയിരിക്കുകയാണ്. നമ്മളങ്ങനെ കയറി വരുമ്പോൾ വിസിറ്റേഴ്സ് സെൻറ്റർ ടു കേവ് ഹിറ, സന്ദർശകർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഹിറാ ഗുഹയിലേക്ക് വരുമ്പോഴുള്ള ഒരു വിസിറ്റേഴ്സ് റൂമാണ്. നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഹിറാ ഗുഹയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹിറായിൽ കയറുമ്പോൾ കണ്ടില്ലേ, അങ്ങാരത്തെ ക്ലോക്ക് ടവർ, ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിറാ ഗുഹ കയറി വരുമ്പോൾ ഒരു ഇടത്താവളം പോലെ ഒരു പ്രതലമാണ്. ഇനിയും അങ്ങ് മുകളിലോട്ട് കയറാനുണ്ട്. കണ്ടില്ലേ, ശ്രമിക്കാനൊരിടം എന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഇതുപോലെ പ്രാവും കൂട്ടമാണ്. കണ്ടില്ല, എന്ത് രസമാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഹിറാ ഗുഹയിലോട്ട് കയറുമ്പോഴുള്ള ആ ഒരു വിശാലമായ സ്ഥലത്തെ അവസ്ഥയാണ്. പ്രാവും കൂട്ടം, ധാരാളം പേരും പ്രാവിന് തീറ്റയായിട്ട് ഗോതമ്പ് അതുപോലുള്ള ഓരോ സംഗതി കൊടുക്കാറുണ്ട്. കണ്ടില്ലേ, പ്രാവ്. ആഹാ, നമ്മളിത് കാണുമ്പോൾ എത്രയോ ഭാഗ്യവാന്മാരെന്ന് മനസ്സിലാവും. പ്രാവ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലോട്ട് പോയ ആ സ്ഥലമാണ്. നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ യോഗ്യത ഇല്ല എന്ന് പറയാം. കാരണം അത്രയും മഹത്തുക്കളും പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ വഴിയിൽ നമ്മളൊക്കെ നിൽക്കാൻ യോഗ്യനാണോ എന്നാണ് ഏതൊക്കെയാലും നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാദസ്പർശമേറ്റ ആ ഹിറാ ഗുഹയിലേക്ക് ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് കയറി വന്ന
എൻട്രൻസ്. ഇതിൻ്റെ ഇവിടെയാണ് വിസിറ്റേഴ്സിനുള്ള ആ ഒരു സ്ഥലം. കേട്ടോ, ആ വഴിയാണ് നമ്മൾ വന്നത്. ഇടത്താവളം ടോപ്പിൽ കയറാൻ ക്ലോക്ക് ടവറും ചുറ്റുവട്ടത്തുള്ള മറ്റ് ബിൽഡിങ്ങുകളും ഇവിടെയുള്ളൊരു കയറി തരുന്നു. അടുത്തയാള് നമ്മൾ കയറി വന്ന വഴി ഇതാണ്. ക്ലോക്ക് ടവറും ചുറ്റുവട്ടത്തുള്ള ബിൽഡിങ്ങുകളും ഉണ്ട്. യെസ്, ഇത് റോഡും ഇത് അങ്ങാറ്റത്ത് മറ്റൊരു മലയും. ഇതുണ്ട് നമ്മുടെ കൂടെ ഉള്ള ഇതാ കയറി വരുന്നത്. നമ്മളെ ബീവി വരുന്നു കണ്ടല്ലേ. ഇതാണ് നമ്മളെ വന്ന അൽ-അസീസിയ മിന റൂട്ടാണെന്ന് തോന്നുന്നു. ശരിക്കാലും ആ റോഡ് അങ്ങനെ പോവുകയാണ് അല്ലേ. നമ്മുടെ താമസ റൂം ഈ ക്ലോക്ക് ടവറിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ്. എത്രയോ കിലോമീറ്റർ താണ്ടിയാണ് ഇറായിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. ഏകദേശം ഹിറാദേ ആ ടോപ്പിലാണ് തോന്നുന്നു. ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ഹിറാഗോ കയറുമ്പോൾ ആ മല പർവ്വത നിരകളൊക്കെ പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. നമ്മൾ കയറി വന്ന വഴി ഇതല്ലേ. ഒരിടത്താവളം, അടുത്ത ഇടത്താവളം, പിന്നെ വന്ന ഇടത്താവളം, പിന്നെ ടോപ്പ് നട കയറി എന്താ ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ല വെയിൽ ഉദിച്ചു വരുന്നുണ്ട്. ഏകദേശം 8:45 സമയം ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹിറാ ഗുഹയുടെ ചാരത്തെത്തിയിരിക്കുകയാണ്. ധാരാളം മറ്റ് നാട്ടിലുള്ള ആൾക്കാർ ഹിറാ ഗുഹയിൽ നിന്നും ചുറ്റുവട്ടം കാണാം. അതിൻ്റെ പോക്കോടെ കാണാം. നമ്മളങ്ങനെ ഹിറാ ഗുഹയുടെ പ്രതിജാതിയിൽ നോക്കിയാണ് കാണാൻ പറ്റുന്ന മറ്റ് ഭക്ഷണമായിട്ടും എത്തിച്ച് ആ പവിത്രതയുള്ള ആ സ്ഥലം. അതുപോലെ തന്നെ ആദ്യമായി ഖുർആൻ ഇറക്കപ്പെട്ടത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ എന്ന് തുടങ്ങുന്ന ആയത്ത് ഇറങ്ങിയതും ഈ ഹിറാ ഗുഹയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിൽ മാറ്റം നടക്കാത്ത ഈ സൗദി പട്ടണത്തിൽ ഈ ഹിറാ ഗുഹ മാത്രമാണെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം പട്ടണം വികസിക്കുന്നതിൻ്റെ ഭാഗമായി മാറ്റത്തിൽ സംഭവിച്ചു. പക്ഷെ ഇന്നും ആ പഴയ തനിമ ഉള്ളത് ഹിറാ ഗുഹയ്ക്ക് മാത്രമാണ്. അതിൻ്റെ ഒരു പവിത്രത ഒപ്പിയെടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഹിറാ ജബലുൻ നൂർ സന്ദർശനം. ആയിരത്തി 47 സ്റ്റെപ്പുകൾ ചവിട്ടി കയറിയ ഹിറാ ഗുഹയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആ ഹിറാ ഗുഹ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹിറാ ഗുഹ കഴിഞ്ഞ് വന്നപ്പോൾ കുലാഫ എന്നൊരു ഐറ്റംസിനെ കേട്ടു. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടി ഒരു കുലാഫ ഫുൾ ഓർഡർ ചെയ്ത് ഏകദേശം 50 റിയാൽ വരും ഒരു കുലാഫയ്ക്ക്.
അങ്ങനെ ഞങ്ങൾ ആ ഓർഡർ ചെയ്ത് ആ ഉണ്ടാക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഐറ്റം ഒക്കെ ചേർക്കുന്നുണ്ട്, പക്ഷെ സംഗതി കിടിലൻ ഐറ്റമാണ്, അല്ലാതിരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ആ ആ ഉണ്ടാക്കുന്ന പുള്ളി അതുപോലെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരേ ലെയറായിട്ട് പല ഐറ്റംസ് ഇട്ട് അങ്ങനെ ഏതൊക്കെയാലും ഞങ്ങൾക്ക് വേണ്ടി കുലാഫ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഹിറാഗോ എല്ലാം കയറിയതല്ലേ, കുറച്ച് ഒരു റസന്നോളം കുലാഫ അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ ഐറ്റംസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുലാഫ കഴിക്കുന്നത്. ഏതൊക്കെയാലും എന്ത് സാധനമല്ലേ, അറബി നാടല്ലേ നോർത്ത് കുലാഫ ഓർഡർ ചെയ്യാണ്. അങ്ങനെ ഒരു കുലാഫായിട്ട് ഞാൻ എത്തുകയാണ്. ഇനി എല്ലാവർക്കും ഒന്നിച്ചിന്ന് കഴിക്കാം. ദേ നമ്മുടെ മേശപ്പുറത്തിരിക്കുകയാണ്. ചെറിയ ചൂടൊക്കെ ഉണ്ട്, കാരണം 4 പേർക്ക് ഈ ഒരു ഗുലാഫ അധികപ്പറ്റാണ്. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നതുകൊണ്ട് എത്ര അളവെന്നറിയില്ല. ഏതൊക്കെയാലും കഴിച്ച് മാക്സിമം കഴിച്ചു, ശരിക്കും മടുത്തതിന് ശേഷം ഞങ്ങളിതാ ആ കുലാഫുമായി ഞങ്ങളുടെ റൂമിലേക്ക്, ഞങ്ങളെ വന്ന വാഹനത്തിൽ ഇതാ കുലാഫയുമായിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ലാസ്റ്റിൽ റൂമിൽ പോയി ഞങ്ങൾ കഴിച്ചു തീർക്കുകയാണ്.